എന്നുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്തൊരു അനുഭവം വെച്ച് പറയാം. പെൺകുട്ടികൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ പോയി അവിടെ ജോലി ചെയ്യാം. മാനം വിറ്റ് കാശുണ്ടാക്കാൻ താല്പര്യമെങ്കിൽ പോയി നിന്ന് ഇഷ്ടംപോലെ ജോലി ചെയ്യാം. എത്ര വേണം പൈസ കിട്ടും, കാശ് മാത്രം മതിയെങ്കിൽ. അതുപോലെ നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം, ഭാവി എല്ലാം അവിടെ തൊലഞ്ഞു. ഒന്നും കിട്ടില്ല, ഒന്നും നേടാനും പറ്റില്ല. പുറമോടിയിൽ കാണിക്കുന്ന ഒന്നും സത്യമല്ല. അതിന്റെ ഓണേഴ്സ് രണ്ടുപേരും അത്രമാത്രം ക്രൂക്കഡ് മൈൻഡഡ് ആണ്. അതുപോലെ ജീവിതം നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ അവിടെ പോയി. എനിക്കുണ്ടായ അനുഭവം അത്രയ്ക്ക് ദുരനുഭവമായിരുന്നു. ഇപ്പോഴും പല രാത്രി നമ്മളൊക്കെ അത് ഓർത്ത് വിഷമിക്കുന്നുണ്ട്. എത്ര പേര് മുന്നോട്ട് വരുമെന്ന് അറിയത്തില്ല. ഈ ഞാൻ ഉൾപ്പെടെ അവരെ പേടിച്ചാനാ ജീവിക്കുന്നത്. പേടിന്നല്ല, നാണക്കേട് ഭയന്ന അവർ ചെയ്യുന്ന അങ്ങനെയാണ്. പിന്നെ ഇയാളെ കാണുമ്പോൾ എന്റെ കൺട്രോള് പോകുന്നു എന്ന് പറയുന്ന ഒരു മുതലാളിയുടെ മുന്നിൽ എത്ര നാൾ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും? അതായത് നമ്മളൊക്കെ അവിടെ നിന്ന് പോരാൻ കാരണം. ജോലി ചെയ്യാം, ശമ്പളവും കിട്ടില്ല, നമ്മൾ കള്ളിന്നുള്ള മുദ്രയും, അങ്ങനെ കുറെ ഒരുപാട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കേട്ട വോയിസ് മെസ്സേജ് ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ മുന്നേ വർക്ക് ചെയ്ത ഒരു സ്ത്രീയുടെ വോയിസ് മെസ്സേജാണ്. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവിടെ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഓണറായ സിബിക്ക് ചില സമയത്ത് കൺട്രോൾ പോകും. ഇതൊക്കെ ഇങ്ങനെയാണോ ഒരു സ്ഥാപനം നടത്തേണ്ടത് എന്നൊരു ചോദ്യം. അപ്പോൾ ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ജീവനക്കാർ എന്തുകൊണ്ടാണ് മുന്നിൽ വരാത്തത്? അതിന് വ്യക്തമായിട്ടുള്ള മറുപടി ഞാൻ പറയാം. വേറെ ഒന്നുമല്ല, സിബി തന്നെ പറഞ്ഞിട്ടുണ്ട്, പോലീസുകാരും രാഷ്ട്രീയക്കാരൊക്കെ എൻ്റെ പോക്കറ്റിനകത്താണ്, നിങ്ങൾ എന്ത് കൊണ്ട് ചെന്നാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് സിബി ഒരു വോയിസ് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അതും ഒരു കാരണമാകാം. രണ്ട്, നമ്മുടെ സമൂഹം. ഇപ്പോൾ ഒരു വ്യക്തി എനിക്ക് ഇന്നത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തിൻ്റെ അടുക്കൽ പ്രാപിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും. ആ സ്ത്രീ ചിലപ്പോൾ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അവർ കുറ്റക്കാരാവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സമൂഹവും കൂടിയാണ് നമ്മുടെ മുന്നിലിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അതും പേടിച്ചിട്ടാവാം ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ആരും പറയാത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു സ്ഥാപനം നടത്തേണ്ടത് എന്നാണൊരു ചോദ്യം. ഇതിപ്പോൾ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ചുള്ള അലിഗേഷൻസ് റൂട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കാര്യങ്ങളിൽ തുടങ്ങിയപ്പോൾ വലിയ കാര്യങ്ങളിലേക്കാണ് ഒലിവിയ ഡിസൈൻസിൻ്റെ അലിഗേഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്താകും വരും അപ്ഡേറ്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം.